സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഴ പെയ്യുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ് എത്തിയിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് നൽകും. സച്ചിൻ, സംസ്ഥാനത്ത് കനത്ത ചൂട് തന്നെയാണ് മൂന്നാം ദിവസവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ 41.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ചൂട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെതർ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇതിൽ 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മങ്കര അതുപോലെ തന്നെ മലമ്പുഴ പോലുള്ള പ്രദേശങ്ങളിലാണ് 45-ന് അടുത്ത് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വേനൽ മഴ പെയ്തിട്ടുണ്ട്. എന്നാൽ പാലക്കാട് അതുപോലെ തന്നെ തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലാണ് കനത്ത ചൂട് 40-ന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ വൈകിട്ട് വേനൽ മഴ പെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം മന്ത്രിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം യോഗം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഉഷ്ണതരംഗമടക്കം ഉള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സംസ്ഥാനത്ത് ചൂടിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗമാണ് നിലവിലുള്ളത്. 5700 സംതിങ് മെഗാ വാട്ട് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചതെന്ന് വൈദ്യുത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 10 മണിക്ക് ശേഷം 600 മെഗാവാട്ട് വൈദ്യുതി മാത്രം ഇന്നലെ ഉപയോഗിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കിയത് മന്ത്രി. വൈദ്യുതി ക്ഷാമം വളരെ രൂക്ഷമായി തുടരുന്ന കാര്യവും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഡാമുകളിലടക്കം വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ഈ മാസം മെയ് 2-ാം തീയതി മന്ത്രി കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ KSEB ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. അതിനുശേഷം മുഖ്യമന്ത്രി അടക്കമുള്ള LDFിൻ്റെ മന്ത്രിമാരുമായി ചർച്ച ചെയ്തതിന് ശേഷമേ ലോഡ് ഷെഡിങ് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമാകുകയുള്ളൂ. സംസ്ഥാനം വലിയൊരു ഭീകരമായ അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട്.